അത്രമേലിഷ്ടമായി നിന്നെയൻ ചേച്ചിയെ. ഒരു സംഗീത പരിപാടി കൂടി വരികയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ജി സരിഗമപ തുടങ്ങിയത് തൊട്ട് ഇതിലുള്ള ആളാണ്. ഞാൻ വളരെ അറ്റാച്ച്ഡ് ആണ് ഈ ഷോ ആയിട്ട്. ഓരോ സീസൺ തുടങ്ങുമ്പോഴും നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വരണം എന്നാണ് പ്രാർത്ഥിച്ച് തുടങ്ങണം. ഇത്തവണയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സീസൺ ആകുമ്പോൾ അതിന് എപ്പോഴും ഒരു പ്രത്യേകതയാണ്. അവിടെ പിള്ളേർ കുറച്ചു നേരം പാടുന്ന കണ്ടപ്പോൾ അടിപൊളിയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാ കുട്ടികളും നല്ലോണം പെർഫോം ചെയ്യട്ടെ, അതാണ് ആഗ്രഹം. സീസൺ 1 ജഡ്ജസ് മാറിയിട്ടുണ്ട്, കുറച്ച് ജൂറി മാറിയിട്ടുണ്ട്. സീസൺ 1 ഒരു പ്രത്യേക സീസണായിരുന്നു, ഇത് പറയാതിരിക്കാൻ വയ്യ. അതൊരു ആർമാദമായിരുന്നു ഞങ്ങൾ. അതുപോലെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നോക്കട്ടെ, അതിനൊരു എനർജി തന്നെ വരും. കുട്ടികളിൽ എന്ന് പറയുമ്പോൾ ഒരു വേറെ എനർജിയാണ്. നമ്മൾ മറ്റേത് സീനിയേഴ്സ് ആയിരുന്നു. കുട്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടെ വേറെ ടൈപ്പ് ഡീൽ ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ ഈ പാവം ഇയാളെ അരക്ക് പിടിച്ച് ഞെക്കിത്തള്ളില്ല. വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാരും സെയിം തന്നെ ഇടാൻ പോണേ. എല്ലാരും സെയിം തന്നെയാണ് ഇടാൻ പോണേ. ചോദിച്ചോളൂ, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. അയ്യോടാ, ജാനകിയമ്മ ഞങ്ങൾ ഈ സീസണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്യും ജാനകിയമ്മ. ജാനകിയമ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ചക്കര കുട്ടിയായിരുന്നു. യങ്സ്റ്റേഴ്സിനെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിംഗർ എന്ന് പറയാം. ജാനകിയമ്മയുടെ അടുത്ത് പോയിരുന്ന എല്ലാവരും പാടണം, അതായിരുന്നു ജാനകിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അടുത്ത് പോയിരുന്ന് പാടിയ ഓരോ പാട്ടുകൾ, ജാനകിയമ്മ പാടിയ പാട്ടുകൾ, നമ്മൾക്ക് കുറേ പാട്ടുകൾ, നമ്മൾ വിചാരം എല്ലാ പാട്ടും അറിയാമെന്നാണ് നമുക്ക് ജാനകിയമ്മയുടെ. പക്ഷേ ഒരുപാട് പാട്ടുകൾ ജാനകിയമ്മ നമുക്ക് യൂട്യൂബ് ലിങ്കൊക്കെ അയച്ചു തരും. എന്ത് ക്യൂട്ടാണ് അറിയാമോ, ഇൻ്റെ പാട്ട് കേട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അത് അയച്ചു തരും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയണത് ജാനകിയമ്മ ഇപ്പോൾ പ്രസൻറ്റിലാണ് ജീവിക്കണത്, എല്ലാ കാര്യവും അപ്ഡേറ്റഡ് ആണ്. സോ ഡെഫിനറ്റ്ലി. എന്തിനെ പറ്റി ഇതൊന്നും ഇടല്ലോ കേട്ടോ, പോടാതൊന്നും. അതേ ഇടുള്ളൂ. മോൻ പാടാൻ മാത്രം പറയരുത്. അത് നമ്മുടെ എന്താ പറയണേ, പാടും. ഞാൻ ഇവിടെ ഒക്കെ പാടും. അതിന് കുറച്ച് പ്രിപ്പറേഷനൊക്കെ വേണം. ഇപ്പോൾ ദാ ഊണ് കഴിച്ച് വന്നിട്ടേ ഉള്ളൂ. ജീവചേട്ടൻ പാടാൻ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. കണ്ട, അത്രമേലിഷ്ടമായി നിന്നെയൻ ചേച്ചിയെ. കണ്ടോ, ആരെങ്കിലും വിചാരിച്ചാണോ ചേച്ചിയെ പോലെ ലെജൻഡ് കൊണ്ട് പാടാൻ പറ്റുമെന്ന്? എന്തായാലേ. ഹലോ ഗൈസ്, നിന്നെ എനിക്കറിയാം, നീ ചോദിച്ചോ, നിന്റെ വീഡിയോ എന്തായാലും ഉണ്ട് കേട്ടാ. ഫസ്റ്റ് സീസണിലെ പാട്ട് കേട്ടിട്ടില്ലേ? ഫസ്റ്റ് സീസണിലെ സെക്കൻഡ് സീസണിലോ മറ്റേ പഞ്ചവർണ്ണക്കുള്ളിലെ ഫസ്റ്റ് സീസൺ ഭയങ്കര ഹിറ്റാണ്. ആ പഞ്ചവർണ്ണക്കുള്ളിലെ പാട്ട്, സിനിമ പാട്ടിനെ കേട്ടത് ഹിറ്റായി. സരിഗമ ആങ്കർ ജീവയാണ് രജിസ്റ്റർ ചെയ്തേക്കണേ. കഴിഞ്ഞോണം നമ്മുടെ രഞ്ജിനി ഉണ്ടായിരുന്നു. രഞ്ജിനിയുടെ സ്റ്റൈല് രസമായിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞോണം ചെന്നൈയിലാണ് ചെയ്തത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ കൊച്ചിയിൽ തന്നെ വീണ്ടും ചെയ്യുന്നു. അതിൻ്റെ സന്തോഷം. ഞാൻ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു. സരിഗമപയെന്നാണ് തുടങ്ങിയത്. സരിഗമപ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ഒരുപാട് പേര് ഇതുപോലെ ക്യാമറയായിട്ട് മുമ്പിൽ വന്ന് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ തിരിച്ച് ആ കുടുംബത്തിലേക്ക് ഒരു 2-3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അപ്പോൾ അതിൻ്റെ സന്തോഷം അത് നിങ്ങളോട് പറയാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ വന്നപ്പോൾ നിങ്ങളെ കണ്ടതിൻ്റെ ഒരു സന്തോഷം. പിന്നെ എന്തൊക്കെ ഉണ്ട്? പുതിയ കളികളൊക്കെ ഉണ്ടാവോ? ഉണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പം ചെറിയ പിള്ളേരായതുകൊണ്ട് നമ്മുടെ വഴിക്ക് അവർ വരില്ല. സോ അവരുടെ വഴിക്ക് നമ്മൾ പോകണം. അതാണ്. ചേച്ചി ഇന്നലെ വന്നപ്പോൾ തന്നെ പറഞ്ഞു എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടടാന്ന് പറഞ്ഞു. എനിക്കൊന്നും ഓൾറെഡി കുറവാണല്ലോ. വയസ്സ്
നീ ഭക്ഷണം കഴിച്ചാ? നമ്മള് സ്ഥിരം കാണുന്നത് സ്ഥിരം ആൾക്കാർ ഇവരൊക്കെ. ആണോ? കമ്പനിയല്ലേ. പിന്നെന്താ? അപ്പൊ ഇതാണ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ആസ്ക് മീ. ഇവരാരെന്തൊന്നും ചോദിക്കാത്തെ? നല്ലൊരു തുടക്കം പോകണല്ലോ, അപ്പൊ പിന്നെ വെറുതെ ഇവര് ജെൻസി ആണോ? എന്നെ ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ഇവർക്ക്. പാടിയാൽ ഏറ്റവും ഫേവറേറ്റ് ഞാൻ പാടിയ പട്ടക്ക് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും കാട്രിൻ മൊഴി എൻ്റെ വേണം മോനെ. ഇപ്പൊ വേണ്ട. അപ്പൊ ഞാൻ എത്രയോ ചെന്നന്മാർ പാടി കഴിഞ്ഞില്ലേ. എന്റെ കൂടെ. അതെ. ചേച്ചിയുടെ സമയത്തൊക്കെ ഈ പ്രായത്തിലൊക്കെ ഈ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. അങ്ങനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആവാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയൊക്കെ മതി. കാരണം ഈ ഇത്രയും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്രയും വെറൈറ്റി ഒക്കെ പാടണ്ടേ. ഞങ്ങൾ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വെള്ളം കുടിച്ചു തന്നെ. ആക്ച്വലി എല്ലാം പാടണം. വെസ്റ്റേൺ പാടണം, കർണാട്ടിക് പാടണം, ലൈറ്റ് മ്യൂസിക്, ഫോക്ക്, എല്ലാ വെറൈറ്റിയും പാടിയാൽ കോമ്പറ്റീഷനിൽ സക്സസ്ഫുൾ ആവുള്ളൂ ഇല്ലേ. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. നമുക്ക് എല്ലാ സിംഗേഴ്സിനും ഒരു സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് കാണിച്ച് ആണ് ഞങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കണം. സോ അതൊരു ഭാഗ്യമാണെന്ന് തന്നെ പറയാം. പക്ഷേ കുറച്ചും കൂടെ മേ ബി ഈസി ആൾക്കാരുടെ അടുത്ത് എത്താൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. മറ്റേത് എത്ര വർഷം കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെയൊക്കെ മുഖം മനസ്സിലായത്? എത്ര നാൾ കഴിഞ്ഞു. പിന്നെ അപ്പോഴൊന്നും ഡ്രസ്സും ചെയ്യണ്ട. വെറുതെ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ പേടിയാണ്. കുറച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ പാട്ട് ശരിയായില്ലെങ്കിലോ എന്ന്. ഇപ്പോൾ ഫസ്റ്റ് സാരി നമ്മൾ പ്രോഗ്രാമിന് വരണതിന് മുമ്പ് എന്താ സാരി കൊടുക്കണം, എന്താണ്, അതാണ് പ്രോഗ്രാം ആൾക്കാർ തന്നെ നമ്മൾക്ക് പറയും. അപ്പോൾ സോ ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് എല്ലാം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ പാട്ടുകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ? പഴയ ഓൾഡ് പിള്ളേർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ, പഴയ പാട്ടും അങ്ങനെ നല്ല പാട്ടുകൾ ചൂസ് ചെയ്യും. എല്ലാം ഒരു മെലഡി മാത്രമല്ലാതെ അടിപൊളി പാട്ടുകളും ഒക്കെ വേണം, എന്നാലേ രസമുള്ളൂ പ്രോഗ്രാമിന്. അപ്പോൾ കുട്ടികൾക്ക് ഏതൊക്കെ കംഫർട്ടബിൾ അവർ രസമായിട്ട് അവതരിപ്പിച്ചാൽ ഞങ്ങൾ ഹാപ്പി. ഈ പുതിയ ജെൻസി പിള്ളേരൊക്കെ റാപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമോ? റാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റാപ്പ് ഇസ് വെരി ഡിഫിക്കൾട്ട് ആക്ച്വലി. നമ്മൾ ഈസിയാന്ന് പറയാൻ പറ്റാതെ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ആലോചിച്ച് നോക്കാം, ഞങ്ങൾക്കത്തെ റാപ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടേനെ. അതെ, അതൊക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്യണം അത് ചെയ്യുന്നവർ. കുട്ടികളാകുമ്പോൾ റിസ്ക് ഇല്ല മോനെ. കുട്ടികളാകുമ്പോൾ അവരുടെ തെറ്റുകൾക്കൊരു ഭംഗിയാണ്. നമ്മൾ തിരിച്ച് പറയാൻ അവർക്ക് ഉപദേശം കൊടുക്കുന്നതിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ. അവരെ ഹേർട്ട് ചെയ്യാതെ പറയണം. അവരുടെ ഫ്രണ്ടായാൽ മതി. അതാണ് ഇപ്പം തന്നെ ഞങ്ങൾ അവരായിട്ട് കൂട്ടാവും. എന്നാലേ അവർ നല്ലോണം പാടുള്ളൂ. അവർ പേടിച്ചിരുന്നാൽ നമ്മുടെ ഷോയിന് നല്ല പാട്ടുകൾ കിട്ടൂല. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കൂട്ടായാൽ അവർ കലക്കും. കൂടെ ഈ ജഡ്ജിങ് പാനലിൽ ഇപ്പം ശ്രീനിവാസ് സാറും അല്ലേ ബിനിമേടൊക്കെ ഉള്ളത്. അപ്പം എങ്ങനെയാണ് അവരായിട്ടുള്ളൊരു എന്താ പറയുക? രണ്ടുപേരും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബിന്നി എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാം. ബിന്നി ശ്വേതയുടെ ഗുരുവാണ്. അപ്പോൾ ബിന്നി ഇപ്പോൾ കർണാട്ടിക് സൈറ്റിൽ കുട്ടികൾക്ക് രാഗങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയൊക്കെ ബിന്നി ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും അവർക്ക് പഠിക്കാൻ വേണ്ടി. ഞാനൊരു അമ്മ സ്ഥാനത്ത് നിന്നവർക്ക് കരുതലും സ്നേഹമൊക്കെ കൊടുക്കും. ശ്രീനിയും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അവർക്ക് എനർജി കയറ്റാൻ ഇയാളുണ്ടല്ലോ. ചോദിക്കാം. അടുത്ത ചോദ്യം. ഇല്ല, ഒരു ഓൾറെഡി സെറ്റാ. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് സൈഡ് ഓഫ് പ്രൊമോഷൻസ്. ഓൺലൈൻ മീഡിയ അത്രയും വളർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാര്യം പണ്ട് നിങ്ങൾക്ക് അറിയാം, ചാനൽസൊക്കെ ആദ്യം ഒരു പ്രൊമോ ഷൂട്ട് ഉണ്ടാവും, പിന്നെ സ്റ്റിൽസ് ഉണ്ടാവും, അതെവിടെയെങ്കിലും ഫ്ലെക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ LED ബോർഡ്സ്, അതല്ലെങ്കിൽ ചാനൽസിൽ ഒരു പ്രൊമോ വീഡിയോ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ യൂട്യൂബ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ വന്നപ്പം എല്ലാ ചാനൽസിനും അവരുടെ പെർട്ടിക്കുലർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇടാൻ തുടങ്ങി യൂട്യൂബ് ചാനൽസ്. ഇന്നത് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇവിടെ വന്ന് അത്രത്തോളം നമ്മുടെ ഡിജിറ്റൽ വളർന്നു, അത്രത്തോളം ഓൺലൈൻ മീഡിയ വളർന്നു. ആവശ്യമാണ്. ഒരു സൈഡിൽ കൂടെ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് വർഷമായിട്ട് നിങ്ങളെയൊക്കെ കാണുന്നതാണ്. നമ്മുടെ ഒരു ഷോ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം. മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. കാര്യം ഇത് കുട്ടികളുടെ ഷോ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ പഴയ പാട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. കാര്യം ഇത് കാണുന്ന അമ്മമാരാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു യങ്ങർ ജനറേഷനിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ഡിജിറ്റൽ മീഡിയ ഏറ്റവും പരമാവധി നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക.
നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും വന്നതിൽ ഒരുപാട് 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 സന്തോഷം. ചേട്ടാ പുതിയ സിനിമ എന്തെങ്കിലും? ഷൈൻ ചേട്ടനോട് ഒരു പടമുണ്ട്, ഡാൻസ് ആഫ് എന്നാണ് സിനിമയുടെ പേര്. ഡബ്ബിങ് കഴിഞ്ഞു, 1-2 മാസത്തിനകത്ത് റിലീസ് ഉണ്ടാവും. പിന്നെ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം, തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളും കാണണം. പാട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളും കാണണം. ഡിജിറ്റലിലൊക്കെ നമ്മുടെ പ്രസൻസ് ഉണ്ട്, Z5-ലൊക്കെ ഉണ്ട്. എൻ്റെ മണിപ്പോൾ വേണ്ട കണ്ണ, അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പാടണം. നമുക്ക് ഷോയിൽ സരിഗമയിൽ പഠിക്കും. ഞാൻ പാടാം. ഞാൻ ഏത് പാട്ട് ഏതെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഞാൻ പാടും ജാനകിയമ്മയുടെ ഒരു പാട്ട് കൂടെ, അതിനൊരു സംശയമില്ല. അത് കുറച്ചും കൂടെ വാമപ്പ് ഒക്കെ വേണം. വയസ്സായില്ലേ, വാമിങ് അപ്പ് ഒക്കെ ചെയ്താൽ ഒരു അരമണിക്കൂർ പോയി ഒക്കെ ചെയ്താലേ പാടാൻ പറ്റുള്ളൂ. അതെ 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 അതെ. ആ ശരി മോനെ, അതിന് ഞാൻ എന്ത് റിപ്ലൈ തരണം? ഞെട്ടും. ആ റിപ്ലൈ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ എല്ലാം എനിക്ക് കുറേയൊക്കെ ഞാൻ കാണും. ചിലർ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ സങ്കടം വരും ചിലപ്പോൾ. പിന്നെ അതെ, ഇപ്പൊ ഒരു എന്താ പറയുക, കുറേ കമന്റ്സ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, മോളേ എന്ന് പറഞ്ഞ് വരും. എന്താ അവരിങ്ങനെ എഴുതിയേക്കണേ. അപ്പോൾ അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളല്ലേ, അവർ എഴുതട്ടെ ഇരുന്ന്. നല്ലതും വരും, നല്ലത് കാണുമ്പോൾ സന്തോഷം. ശ്വേത നോക്കാറില്ല. ഞാൻ തന്നെ ഇരുന്ന് സമയം എപ്പോഴാ സമയം കൊച്ചിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ പോകും. അപ്പോൾ അവിടെ വരാൻ ലേറ്റ് ആകുമ്പോൾ അപ്പോഴാണ് ഇതെല്ലാവരും നോക്കണേ. എല്ലാം ചോദിക്കല്ലേ, സത്യം മാത്രമേ പറയുള്ളൂ. അതെന്തെങ്കിലും പറഞ്ഞു പോകും ഞാൻ. അയ്യോ, ഷോ തുടങ്ങുന്നതിന് മുന്നേ ഹിറ്റ് ആവും. ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ്. അതാരാ പറഞ്ഞേ? നാവ് പൊന്നായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ്, നാവ് പൊന്ന. ശരി പൊന്നെ. താങ്ക് യു സോ മച്ച്.